സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കലാഭവൻ സോബി അറസ്റ്റിൽ. ഊന്നുകൽ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് കലാഭവൻ സോബി. സജോ ദേവസ്യ വിവരങ്ങളുമായിട്ട്. സജോ, ഗുരുതരമായ പരാതികളാണോ? മാധു, കലാഭവൻ സോബിക്കെതിരെ സംസ്ഥാനത്ത് ഉടനീളം 140-ലധികം കേസുകളുണ്ട്, അല്ലെങ്കിൽ എഫ്ഐആറുകളുണ്ട്. ഇവയെല്ലാം വിവിധ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ്. അതായത് ജോലി വാഗ്ദാനം ചെയ്ത തട്ടിപ്പ്, വിസ തട്ടിപ്പ് എന്ന് തുടങ്ങി വിവിധങ്ങളായ സാമ്പത്തിക തട്ടിപ്പ് കേസുകളാണ് ഇയാൾക്കെതിരെയുള്ളത്. മുൻപ് നൽകിയിരുന്ന ഒരു പരാതിയിൽ ആണ് ഇത് സമാനമായ രൂപത്തിൽ സാമ്പത്തികമായി തട്ടിപ്പ് നടത്തി, അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്ത തുക നൽകിയില്ല, അതിനുശേഷം ചെക്ക് നൽകി വഞ്ചിച്ചു എന്ന പരാതിയാണ്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹത്തെ ഇപ്പോൾ എറണാകുളത്തെ NI കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ സോബി പറഞ്ഞത് താൻ ബാലഭാസ്കർ കേസിൽ മുൻപ് മൊഴി നൽകിയിരുന്നു, സാക്ഷി പറഞ്ഞിരുന്നു, അന്ന് തൊട്ട് തന്നെ വേട്ടയാടുന്നതാണ്, അതുകൊണ്ട് വ്യാജമായി ഇത്തരം കേസുകൾ, പരാതികൾ തനിക്കെതിരെ ഉണ്ടാകുന്നു, അന്നു മുതൽ തുടങ്ങിയ വേട്ടയാടലാണ് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ഇവയെല്ലാം ശരിയായ കേസുകളല്ല, ഈ ആരോപണങ്ങളൊന്നും ശരിയല്ല. അങ്ങനെ മൊഴി പറഞ്ഞാൽ ബാലഭാസ്കർ കേസിൽ സാക്ഷി പറഞ്ഞ അന്നു മുതൽ തുടർച്ചയായി തന്നെ പുറകെ നടന്ന് വേട്ടയാടുന്നു, അതിൽ നിന്ന് പിന്മാറാനുള്ള ഭീഷണി ഉണ്ടായിരുന്നു തുടങ്ങിയ വാദങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ പല രൂപത്തിലുള്ള തട്ടിപ്പുകൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട്. കൂടുതലും വിദേശത്ത് ജോലി വാങ്ങിച്ച് നൽകാം എന്ന് വാഗ്ദാനം ചെയ്താണ് പല ആളുകളിൽ നിന്ന് പണം സ്വീകരിച്ചത്. അങ്ങനെ പണം സ്വീകരിച്ചതിന് തെളിവുകളുണ്ട്, അക്കൗണ്ടിൽ പണം സ്വീകരിച്ചതിനടക്കം തെളിവുകളുണ്ട്. പലരും ജോലി കിട്ടാതായപ്പോൾ തിരികെ ചോദിച്ചപ്പോൾ ബ്ലാങ്ക് ചെക്ക് നൽകി എന്നതുൾപ്പെടെ നിരവധി പരാതികളുണ്ട്. അങ്ങനെ പോലീസ് തന്നെ പറയുന്നത് 140ഓളം എഫ്ഐആറുകൾ വിവിധയിടങ്ങളിലായി ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അങ്ങനെ പല രൂപത്തിൽ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന വാദമാണ് പോലീസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിലും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ, എറണാകുളം NI കോടതിയിൽ ഇതിനകം ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. നേരത്തെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ തനിക്കെതിരെയുള്ളതെല്ലാം വ്യാജ പരാതികളാണെന്ന വാദം മുന്നോട്ട് വയ്ക്കാനാണ് സോബി ശ്രമിച്ചത്. ഈ വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നാലെ അത് അപകട മരണമല്ല, താൻ സാക്ഷിയാണ്, അതിന് തൊട്ടു പിന്നാലെ അവിടെ എത്തി തുടങ്ങിയ വാദങ്ങൾ ഉന്നയിച്ചാണ് മാധ്യമങ്ങളിൽ വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു. പിന്നാലെ അന്വേഷണ സംഘം ഈ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തുക അടക്കം ചെയ്തിരുന്നു. പക്ഷേ അതിലെന്തെങ്കിലും കണ്ടെത്തലുകളിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇദ്ദേഹം സംസ്ഥാനത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷെ അതിനിടെയും അതിനു മുൻപുമൊക്കെ ഇത്തരം സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ ഇദ്ദേഹം നേരിട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ശരി, സജോ ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ സോബി തട്ടിപ്പ് കേസിൽ അറസ്റ്റ്.